സൈനിക് സ്കൂളിലെ ജീവിതശൈലി ചിലപ്പോൾ കഠിനമായി തോന്നാം. പക്ഷേ ഈ ലോകം പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓരോ കുട്ടിയും ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം എന്തെന്ന് പഠിക്കുന്നു, തീരുമാനങ്ങളെടുക്കാൻ പഠിക്കുന്നു, പ്രതിസന്ധികൾ നേരിടാൻ പഠിക്കുന്നു. എന്തിലുമുപരി ഒരു മനുഷ്യന് പ്രധാനമായി വേണ്ട അച്ചടക്കം എന്തെന്ന് പഠിക്കുന്നു. What we are aiming at is all-round development. All-round development ഒരു മേജർ പോർഷനാണ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. അത് അറ്റ് ഓൾ ലെവൽസ്, റൈറ്റ് ഫ്രം ക്ലാസ് 7th ഓൺവേർഡ്സ്. ഇവിടെ സ്കൂൾ 6th തുടങ്ങുന്നത്. ഫോർ ദ ഫസ്റ്റ് ഇയർ ദർ ഇസ് നോ റെസ്പോൺസിബിലിറ്റീസ് ഗിവൺ എക്സെപ്റ്റ് ക്ലാസ് മോണിറ്റർ. അത് കഴിഞ്ഞ് 7th തൊട്ട് എ ചൈൽഡ് ഈസ് മെയ്ഡ് റെസ്പോൺസിബിൾ അറ്റ്ലീസ്റ്റ് ഫോർ എ ഫെലോ ബീയിങ് ഇൻ ക്ലാസ് 6. പുതുതായിട്ട് വരുന്ന ഒരു 6ാം ക്ലാസ്സുകാരനെ ഈസ് ഗിവൺ അണ്ടർ ഹിസ് കെയർ. അപ്പോൾ തൊട്ട് ഹീ സ്റ്റാർട്ട്സ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ക്ലാസ് 8th ഹീ ലുക്സ് ആഫ്റ്റർ വൺ വിങ് ഇൻ സബ് ജൂനിയർ ഹൗസസ്. ക്ലാസ് 9th ഹീ ലുക്സ് ആഫ്റ്റർ 2. അങ്ങനെ ഗ്രഡേഷൻസിൽ പോയിട്ട് ക്ലാസ് 12th വി ഹാവ് quite a number of people who have already done some sort of responsibility, അല്ലെങ്കിൽ who will be doing some sort of responsibility. That is very important. എന്നാൽ മാത്രമേ he will understand what goes into trying to organize things, what goes into trying to manage things, what goes into trying to groom people. ഈ ഒരു ഇത് മനസ്സിൽ സ്വന്തമായിട്ട് വരുമ്പം it helps him also. വിദ്യാഭ്യാസം എന്നത് അറിവും മൂല്യങ്ങളും വിശ്വാസങ്ങളും ശീലങ്ങളും സ്വായത്തമാക്കിയെടുക്കുന്ന പ്രക്രിയയാണ്. വെറും പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കുക, പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കുക എന്നത് മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം അർത്ഥപൂർണമാകുന്നത് അറിവ് നേടുന്നതോടൊപ്പം സ്വഭാവ രൂപീകരണവും സാധ്യമാകുമ്പോഴാണ്. ഈ സ്വഭാവ രൂപീകരണത്തിന് ഊന്നൽ നൽകുന്ന വിദ്യാഭ്യാസ രീതിയാണ് സൈനിക് സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന ഒരു കുട്ടി എന്തുകൊണ്ടും തന്റെ സുഖലോലുപതയിൽ നിന്ന് പുറത്തുവരികയാണ്. The best part of this institution is the teachers are available for the child 24/7, and all the children are under the housemasters and all other masters who not only take care of their academic pursuits but also ensure that informally they are groomed well to become useful and productive citizens in the country. സാധാരണ സ്കൂളിലെ അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തരാണ് ഇവിടുത്തെ അധ്യാപകർ. ഇവരുടെ ശിക്ഷണ പാഠവും പാഠ്യവിഷയങ്ങളിലുള്ള അവബോധവും എടുത്തു പറയേണ്ടതാണ്. ഓരോ കുട്ടിയെയും അവർ പ്രത്യേകമായി നിരീക്ഷിക്കുന്നു. അങ്ങനെ അവരുടെ മാനസിക വളർച്ചയും പ്രശ്നങ്ങളെ നേരിടാനുള്ള ആർജവവും വർദ്ധിക്കുന്നു. ഓരോ വിദ്യാർത്ഥിയും അവരവരാൽ തന്നെ നിയന്ത്രിക്കപ്പെടുന്നു. അതുകൊണ്ട് കുട്ടികൾ തമ്മിൽ ആരോഗ്യപരമായൊരു മത്സരം എല്ലാ കാര്യത്തിലും കാണാൻ കഴിയും. ക്ലാസ് മുറികളിലെ പഠനം കഴിഞ്ഞാൽ പിന്നെ ഇടവേളയായി. ഉച്ചയോടിനു ശേഷം ആയോധനകലയിലും പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനങ്ങളാണ്. അവരവരുടെ താല്പര്യമനുസരിച്ച് കുട്ടികൾ തന്നെ അവരുടെ മേഖല തിരഞ്ഞെടുക്കുന്നു. കുട്ടികളുടെ മാനസിക ഐക്യത്തിനും കർത്തവ്യബോധത്തിനും ഇച്ഛാശക്തിക്കും ഇവ വളരെ പ്രേരകമാകുന്നു. ഇതിലെല്ലാം തന്നെ വർദ്ധിച്ച ആവേശത്തോടും ഊർജ്ജത്തോടും കൂടി കുട്ടികൾ പങ്കാളികളാകുന്നു. You aim it through the backside, you to the center of blade. It should be in a single line, and that should be along with the target. ലീഡർഷിപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു യഥാർത്ഥ ലീഡർ അല്ലെങ്കിൽ ഒരു നല്ല ലീഡർ എങ്ങനെയായിരിക്കണം എന്ന് നമ്മളെ ഈ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഭാവിയിൽ ഒരു നല്ല ലീഡറാകാൻ സാധിക്കുമെന്നതിൽ ഒരു സംശയമില്ല. 6 വർഷത്തെ പഠനത്തിനു ശേഷമാണ് കുട്ടികൾ സൈനിക് സ്കൂളിൽ നിന്നും പുറത്തിറങ്ങുന്നത്. മനസ്സും ശരീരവും രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കാൻ സജ്ജമാക്കിക്കൊണ്ട്. കുട്ടികൾ ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും, ആഹാരം മുതൽ വെള്ളം, വെളിച്ചം, ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്കൂളിനകത്ത് തന്നെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിനുള്ള പ്രവർത്തനം സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ നേരിട്ട് നിർവഹിക്കുന്നു. കേരള ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസ്, അതുകൂടാതെ PWD എന്നിവരാണ് സ്കൂളിൻ്റെ നേരിട്ട് സ്കൂളുമായി ഇടപെടുന്ന വിഭാഗങ്ങൾ. അവരിൽ നിന്നുള്ള സഹായങ്ങളും മെയിൻ്റനൻസിനും വേണ്ടിയുള്ള കാര്യങ്ങളും അവരുമായി ആശയവിനിമയം നടത്തുന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേഷനാണ്.
ലക്ഷ്യത്തിലേക്കെത്തുവാനും സ്വപ്നം യാഥാർത്ഥ്യമാകുവാനും അർപ്പണബോധത്തോടും തികഞ്ഞ അച്ചടക്കത്തോടും കൂടി ഇനിയും അവർ മുന്നേറും. ഈ കുരുന്നുകളിലായിരിക്കും നാളെ ഭാരതത്തിന്റെ ഭാവി.